ഹായ്, നമുക്കിന്ന് ലണ്ടൻ ഒന്ന് കണ്ടാലോ? ഇത് വലിയകുന്നം കോട്ടപ്പുറത്ത് നടന്ന എക്സിബിഷനാട്ടോ. ഇത് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഊഞ്ഞാൽ, പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എക്സിബിഷൻ ആളിക്ക് കിടക്കുന്നത് ഒരു സന്ധ്യാസമയത്താട്ടോ. കണ്ടോ, ക്ലോക്ക് ടവറൊക്കെ എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലണ്ടൻ സിറ്റി ഒക്കെ നന്നായിട്ടുണ്ട് അല്ലേ. ഇവിടെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ, ഫോട്ടോ നിന്ന് എടുക്കാനൊക്കെ. ആളുകളൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു തിരക്കുള്ള സമയത്താണ്, വൈകുന്നേരങ്ങൾ. ആ സമയത്താണ് ഞങ്ങൾ പോയത്. ഇത് ലണ്ടൻ സിറ്റിയുടെ ഉള്ളിലാണ് കേട്ടോ. അതിമനോഹരമായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഫ്ലാഗും ഒക്കെയാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മളൊരു ലണ്ടനിലേക്ക് പോയൊരു ഫീല് അല്ലേ. പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു ഇതിൽ പറയാണ്. ലണ്ടൻ എയർപോർട്ടൊക്കെ കണ്ടോ. നമ്മളെവിടെ ഒരു യൂറോപ്യൻ കൺട്രീസിൽ എവിടെ നിൽക്കുന്നൊരു ഫീല് നല്ല തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക്. പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ കളർ തീം ഒരു ലൈറ്റിഷ് കളറാണ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവിടുത്തെ മോഡൽ ജനലുകളൊക്കെ കണ്ടോ, ആ ഒരു റൗണ്ട് ഒരു ഓവൽ ഷേപ്പായിട്ടുള്ളത്. അത് അവിടുത്തെ മാത്രം പ്രത്യേകത. അത് പൊതുവെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില വീടുകൾക്കൊക്കെ യൂറോപ്യൻ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ആൾക്കാർ. എത്രമാത്രം സ്പേസാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ലണ്ടനിലൊന്നും പോയിക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ ഓരോ എക്സ്പോ ഒക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കണ്ട ഫീലെങ്കിലും തോന്നും അല്ലേ. യൂറോപ്യൻ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ ഓരോ നിർബന്ധികൾക്കും ബിൽഡിങ്ങുകൾക്കൊന്നും അധികം ഇടുക്കം ഫീൽ ചെയ്യില്ല. കുറേ സ്പേസ് ഉള്ള പോലെ തോന്നും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. പിന്നെ അവിടുത്തെ ജനലിൻ്റെ സൈഡിലായിട്ട് നിറയെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അതൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ്. ഒരു ലണ്ടൻ സിറ്റിയിലൂടെ നടന്നു പോകുന്ന ഒരു ഫീല് കൊണ്ടുവരാൻ അവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ മോഡലിലെ ടെലിഫോൺ എക്സ്ചേഞ്ചൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് പോയിരുന്നു കേട്ടോ. അതൊക്കെ ഒന്നുകൂടി കാണാൻ സാധിച്ചു ഇവിടെ ചെന്നപ്പോൾ. ഇങ്ങനെയാണോ ലണ്ടൻ സിറ്റി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാവും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ വളാഞ്ചേരിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് എക്സ്പോയുടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. ഇങ്ങനൊരു ഭംഗിയുള്ള കാഴ്ചയാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ കാണാത്തൊരു കാഴ്ച കാണില്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതായിരിക്കും, എക്സൈറ്റ്മെൻറ്റോ ക്യൂരിയോസിറ്റി എന്താണെന്ന് പറയാറില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഈ ഭാഗം കണ്ടില്ലേ, ഇവിടേക്ക് കുട്ടികളൊക്കെ കയറിയിരുന്നു കേട്ടോ. അതിന് സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെ, അതുവഴി കയറിയിരുന്നു. എക്സ്പോയുടെ ഇത് മാത്രമല്ല കേട്ടോ ഉള്ളൂ, കുറേ കാഴ്ചകൾ വേറെ ഉണ്ട് കാണാൻ പുറത്തൊക്കെ. പക്ഷേ ഈ വീഡിയോയിൽ ഞാനിത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ തരം വഴിവിളക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ റെയറായിട്ടല്ലേ കാണുള്ളൂ. ഇതൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈലിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതൊരു പബ്ബൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഫുട്ബോൾ കളിക്കാരുടെ പിക്ചേഴ്സ്, മറഡോണ, അങ്ങനെയുള്ള ഓരോരുത്തരെയും പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. മേലത്തെ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അവർ. കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനും
ഒരു സെൽഫി എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. സെൽഫി സ്പോട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. ആ വഴി കാണുന്നത് അടുത്ത എക്സിബിഷൻ ഹാളിലേക്കുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ വീഡിയോ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.